എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാശ്മീരിൽ ഇസ്ലാം എത്തിയ കഥയാണ് ഞാൻ വിശദമായി പറയാൻ പോകുന്നത്. ഇസ്ലാം എത്തുന്നത് വരെ കാശ്മീരിൽ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരിക്കണമല്ലോ. ആ വിശ്വാസങ്ങളെ നമ്മൾ എന്തു പേരിട്ടാണ് വിളിക്കുക? അസോസിയേഷൻ ഓഫ് തോന്നുംപടി വിശ്വാസം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെയുള്ള തോന്നുംപടി വിശ്വാസങ്ങൾക്ക് ഹിന്ദു എന്ന ഒറ്റ പേര് അക്കാലത്തായിട്ടില്ല. അന്ന് ശിവഭക്തരായ കാശ്മീർ പണ്ഡിറ്റുകൾ ഉണ്ടായിരുന്നു, വിഷ്ണുവിനെ ആരാധിക്കുന്ന വൈഷ്ണവർ ഉണ്ടായിരുന്നു. ഇതിനേക്കാളൊക്കെ ഏറെ ആളുകൾ പ്രാദേശിക ദേവതകളെയും പൂർവികരെയും ആരാധിച്ചിരുന്നു. ചുറ്റുപാടുമുള്ള സകലത്തിലും ആത്മാക്കളെ കണ്ടിരുന്ന ആനിമിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതുപോലെ നാഗങ്ങളെ ആരാധിക്കുന്ന മറ്റൊരു ജനവിഭാഗവും അവിടെ ഉണ്ടായിരുന്നു. ഒരു പ്രൊഫഷണൽ മതം എന്ന രീതിയിൽ ഉണ്ടായിരുന്ന ഒരു മതം അത് ബുദ്ധമതം തന്നെയായിരുന്നു. കാശ്മീരിൽ ബുദ്ധമതത്തിന് ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. അസോസിയേഷൻ ഓഫ് തോന്നുംപടി വിശ്വാസം എന്നതിനെ ഹിന്ദു എന്ന് പേരിട്ടാൽ, അങ്ങനെ പേരിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കാശ്മീരിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കൾ ആയിരുന്നു എന്ന് പറയാം. ഹിന്ദുക്കൾ എന്നാൽ ജാതികളാണല്ലോ. ആ ജാതിഘടനയിൽ പണ്ഡിറ്റുകളുടെ സ്ഥാനം ബ്രാഹ്മണർ ആണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ബ്രാഹ്മണരുടെ ചില സ്വഭാവവിശേഷങ്ങളൊന്നും ഇവർക്കില്ല. പ്രധാനപ്പെട്ട വ്യത്യാസം, ഇവർ വെജിറ്റേറിയൻസ് അല്ല എന്നുള്ളതാണ്. മീനും മട്ടണും ഇവരുടെ വീക്ക്നെസ്സാണ്. 32ഓളം മട്ടൺ ഐറ്റംസാണ് കാശ്മീരിലുള്ളത്. ഇതിൽ ഏത് ഐറ്റത്തോട് നോ പറഞ്ഞാലും റോഗൻ ജോഷ് എന്ന സ്വാദിഷ്ടമായ മട്ടൺ വിഭവത്തോട് നോ പറയാൻ ഒരു പണ്ഡിറ്റിനും കഴിഞ്ഞിരുന്നില്ല. ഈ പറഞ്ഞത് ഭൗതിക കാര്യങ്ങളിലെ വ്യത്യാസം. എന്നാൽ ആത്മീയമായ ചില ചിന്താരീതികളിലും പണ്ഡിറ്റുകൾക്ക് മറ്റു ബ്രാഹ്മണരിൽ നിന്നും വ്യത്യാസമുണ്ട്. പ്രപഞ്ചം മായ ആണെന്നാണ് ഹിന്ദുമതത്തിലെ പ്രബലമായ വിശ്വാസം. ഇതും പറഞ്ഞാണല്ലോ ശങ്കരാചാര്യർ 8-ാം നൂറ്റാണ്ടിൽ അവിടെ എത്തിയത്. എന്നാൽ കാശ്മീരി ബ്രാഹ്മണൻ വിശ്വസിച്ചത് പ്രപഞ്ചം യാഥാർത്ഥ്യമാണെന്നാണ്. അതായത് അവരുടെ തലയ്ക്ക് ഓളം ഉണ്ടായിരുന്നില്ല. അവരുടെ എല്ലാ അറിവുകൾക്കും അടിസ്ഥാനമായി വർത്തിച്ചത് പ്രപഞ്ചം യാഥാർത്ഥ്യമാണ് എന്ന അന്തർബോധമായിരുന്നു. അതുകൊണ്ട് തന്നെ മണിയടി, ശയനപ്രദക്ഷിണം, പൊങ്കാലകളിലൊന്നും പണ്ഡിറ്റുകൾ വിശ്വസിച്ചില്ല. പണ്ഡിറ്റുകൾ ശിവരാത്രി ആഘോഷിച്ചിരുന്നത് ദാൽ തടാകത്തിലെ പിടയ്ക്കുന്ന വലിയ മത്സ്യം പിടിച്ച് കറിവെച്ചും ഫ്രൈ ചെയ്തുമാണ്. ഇന്നും അത് തുടരുന്നു. മുഹമ്മദ് ഗസ്നി അടക്കമുള്ളവർ പലതവണ കാശ്മീർ കീഴടക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ കാശ്മീരിൻ്റെ മോശം കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിയാതെ അവരെല്ലാം വന്ന വഴിക്ക് തിരിച്ചു പോകുകയാണ് ഉണ്ടായത്. എന്നാൽ 700 വർഷം മുമ്പ് കാശ്മീരിൽ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തുക തന്നെ ചെയ്തു. മധ്യേഷ്യയിൽ നിന്നും വന്ന സൂഫി വര്യന്മാരാണ് 1300കളുടെ ആദ്യത്തിൽ പ്രവാചകൻ്റെ പ്രചാരകരായി കാശ്മീരിൽ ആദ്യം എത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ ബുൽബുൽ ഷാ എന്ന തുർക്കിസ്ഥാനി സൂഫി വര്യനാണ് ഇസ്ലാമിൻ്റെ മിഷനറി പ്രവർത്തനവുമായി കാശ്മീരിലെത്തുന്നത്. അപ്പോൾ കാശ്മീർ ഭരിക്കുന്നത് സുഖദേവ് എന്ന ഒരു ഉയർന്ന ജാതി രാജാവാണ്. മലയാളികളുടെ സഹദേവനാണ് കാശ്മീരിലെ സുഖദേവ്. അക്കാലത്ത് സുൽജു എന്നു പേരുള്ള ഒരു മംഗോൾ പടയോട്ടക്കാരൻ ഝലം താഴ്വര വഴി കാശ്മീർ ആക്രമിച്ചു. അപ്പോൾ രാജാവായ സുഖദേവ് പേടിച്ച് രാജ്യം വിട്ടോടി. സുൽജു കാശ്മീർ ഒന്ന് ഇളക്കി മറിച്ചു, അല്ലാതെ അവിടെ തങ്ങുകയൊന്നും ചെയ്തില്ല, മടങ്ങിപ്പോയി. രാജാവ് ഓടിപ്പോയ ഗ്യാപ്പിൽ പ്രധാനമന്ത്രി ആയിരുന്ന രാമചന്ദ്ര രാജാവായി. പക്ഷേ അവിടെ കൃത്യമായ നിയമവാഴ്ച കുറേ കാലം ഇല്ലാതായി. അവിടെ കൊള്ള സംഘങ്ങൾ കാശ്മീരിൽ പെരുകി. അവരെ നിയന്ത്രിക്കാനും കാശ്മീരിൻ്റെ ലോ ആൻഡ് ഓർഡറൊക്കെ പരിപാലിക്കാനുമായി രാമചന്ദ്ര റിഞ്ചന എന്ന ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി. ലഡാക്ക് പ്രവിശ്യയിൽ നിന്ന് വന്നൊരു സമ്പന്ന ചെറുപ്പക്കാരൻ. കാശ്മീരികളെ കൊണ്ടുപോയി വിറ്റാണ് ഇവൻ ധനവാനായത് എന്ന് പറയപ്പെടുന്നു. അത് ശരിയായിരിക്കാനാണ് വഴി എന്ന് തെളിയിക്കും മട്ടിൽ അവൻ ആദ്യം തന്നെ ചെയ്തത് ഈ രാമചന്ദ്രയെ തട്ടുകയാണ്. അതിനായി രാമചന്ദ്ര താമസിച്ചിരുന്ന ലഹാറ കോട്ടയിലേക്ക് അവൻ കൊട്ടേഷൻ ടീമിനെ കയറ്റിവിട്ടു. വസ്ത്രവ്യാപാരികളായി വേഷം മാറിയാണ് അവർ ചെന്നത്. എന്നിട്ട് അവർ ആ കോട്ട വളഞ്ഞു. ആദ്യം രാമചന്ദ്രയെ കൊന്നു. പിന്നീട് അയാളുടെ മകൾ കോട്ട റാണിയെ നിർബന്ധപൂർവ്വം വിവാഹം കഴിച്ചു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സൈനിക കമാൻഡർക്ക് രാജാവിനെ തട്ടിയാൽ രാജാവാകാം, എങ്കിലും ജനങ്ങളുടെ മനസ്സിൽ കയറാൻ പറ്റില്ല. അതൊരു ചതിയാണല്ലോ. അതുകൊണ്ട് കാശ്മീരികളുടെ വിശ്വാസം പിടിച്ചു പറ്റാനായി ഈ റിൻചനെ ഒരു സൂത്രം പ്രയോഗിച്ചു. രാമചന്ദ്രയുടെ മകനെ പിടിച്ച് സർവ്വ സൈന്യാധിപനാക്കി. അങ്ങനെ രാജാവായി വാണുകൊണ്ടിരിക്കെ ഈ റിൻചന എങ്ങനെയോ
ഈ സൂഫി വര്യനായിരുന്ന ബുൾബുൾ ഷായിൽ ആകൃഷ്ടനായി. തുടർന്ന് അയാൾ ഇസ്ലാമിലേക്ക് മാറി. രാജാവ് മാറിയാൽ കുറേ പ്രജകളും ആ പാത പിന്തുടരും. കാരണം അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഓഫറുകൾ നിരവധിയായിരിക്കും. അങ്ങനെയാണ് ഇസ്ലാം കാശ്മീരിൽ അടിത്തറയിടുന്നത്. റിഞ്ചന ഇസ്ലാമിലേക്ക് മതം മാറി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അയാൾക്കങ്ങനെ മാറാനൊരു മതം ഉണ്ടായിരുന്നില്ല. അയാളുടെ കുടുംബത്തിൽ അല്പം ബുദ്ധമത പാരമ്പര്യമൊക്കെ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. പക്ഷേ മാതാപിതാക്കളൊക്കെ ലഡാക്കിൽ വെച്ചുണ്ടായ ഒരു ഗോത്രയുദ്ധത്തിൽ മുമ്പ് തന്നെ കൊല്ലപ്പെട്ടിരുന്നു. ഉയർന്ന ജാതിക്കാരായ സന്യാസികൾ പുള്ളിയെ കണ്ട് അന്ന് ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന ചില ജാതികളിലൊക്കെ ചേർക്കാൻ ശ്രമിച്ചു. എങ്കിലും പുള്ളി അതിനൊന്നും വിധേയപ്പെട്ടിരുന്നില്ല. ആ സമയത്താണ് ബുൾബുൾ ഷാ ഗസലും പാടി അയാളെ സമീപിക്കുന്നത്. പ്രവാചക ചര്യയിലൂടെ പോയാൽ ചെയ്തു കൂട്ടിയ കൊടും പാപങ്ങളെയൊക്കെ അതിജീവിച്ച് സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലെത്താൻ കഴിയും എന്ന് പുള്ളി വിശ്വസിച്ച് കാണണം. അങ്ങനെ അയാൾ ഇസ്ലാമായി. പിന്നീട് അയാളുടെ മകനെ മതം മാറ്റി, പേര് ഹൈദർ. എന്നാൽ ഈ റിഞ്ചനയുടെ ഭരണം അധികാലം നീണ്ടു നിന്നില്ല. 3-ാമത്തെ വർഷം അയാൾക്കെതിരെ ഗൂഢാലോചന നടന്നു. വാൾ കൊണ്ടാരോ വെട്ടി അയാളെ പരിക്കേൽപ്പിച്ചു. പക്ഷെ മരിച്ചില്ല. അത് വലിയ പാരയായി. ഗൂഢാലോചനക്കാരുടെ കുടുംബങ്ങൾ അയാൾക്കൊന്ന് കുളം തോണ്ടി. പക്ഷേ തലയിൽ കിട്ടിയ ആ വെട്ട് മാറാത്ത തലവേദനയായി അയാളിൽ അവശേഷിച്ചു. ഈ രോഗത്തിൽ നിന്ന് രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ രഞ്ജന പ്രധാനമന്ത്രിയായിരുന്ന ഷാമിർ എന്ന ഒരു ചെറുപ്പക്കാരനെ എല്ലാം ഏൽപ്പിച്ചു. സുഖദേവിൻ്റെ ഭരണകാലത്ത് തന്നെ ഇറാനിലെ സ്വാത്ത് താഴ്വരയിൽ നിന്നും വന്ന് കാശ്മീരിൽ തമ്പടിച്ച ഒരു മുസ്ലിം ചെറുപ്പക്കാരനായിരുന്നു ഈ ഷാമിർ. ഈ ഷാമിറിനെയാണ് റിഞ്ചിന കാശ്മീരിൻ്റെ പ്രധാനമന്ത്രിയാക്കിയിരുന്നത്. മകനായ ഹൈദറിനെയും ഭാര്യയായ കോട്ടാറാണിയെയും നീ നോക്കണേ മോനെ എന്ന് അഭ്യർത്ഥിച്ച് റിഞ്ചന കണ്ണടച്ചു. പിന്നീട് നാം കാണുന്നത് കോട്ടാറാണിയും ഷാമിറും തമ്മിലുള്ള അധികാര വടംവലികളാണ്. തൻ്റെ ഭാര്യയായിരിക്കാൻ കോട്ടാറാണിയോട് ഷാമിർ ആവശ്യപ്പെട്ടു. എന്നാൽ കോട്ടാറാണി എതിർത്തു. കുറേ കാലം ആ സ്ത്രീരത്നം കാശ്മീർ ഭരിച്ചു. തുടർന്നവൾ ഒരു കാശ്മീരി ബ്രാഹ്മണനായ ഭട്ടിനെ കല്യാണം കഴിച്ചു. താൻ ആശിച്ച പെണ്ണിനെ മറ്റൊരുവൻ സ്വന്തമാക്കിയത് ഷാമിറിന് സഹിച്ചില്ല. പക്ഷെ പുള്ളി വൈരാഗ്യമൊന്നും പുറത്ത് കാണിച്ചില്ല. ഈ വില്ലനായി കടന്നു വന്ന ഭട്ടിനെ കൊല്ലാനായി ഷാമിർ വിശദമായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. ഷാമിറിനെ സന്ദർശിക്കാനായി ഈ ഭട്ട് വന്നപ്പോൾ ഷാമിർ രോഗം അഭിനയിച്ച് പുതപ്പ് മൂടിക്കിടന്നു. ഒരു വാളും കയ്യിൽ പിടിച്ചായിരുന്നു കിടപ്പ്. ഭട്ട് അടുത്തെത്തിയപ്പോൾ പുതപ്പ് മുകളിലേക്ക് പറന്നു. തല കഴുത്തിൽ നിന്നും പോയത് ഭട്ട് അറിഞ്ഞില്ല. അനന്തരം കോട്ടാറാണിയുടെ 2 മക്കളെയും ഷാമിർ കൊന്നു. അതിലെ ഒരു കുട്ടി പഴയ രാജാവിൽ കോട്ടാറാണിക്കുണ്ടായ കുട്ടിയായിരുന്നു. ആ കുട്ടിയെയായിരുന്നു നീ മരിക്കും വരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് റിഞ്ചന ഷാമിറിനെ ഏൽപ്പിച്ചിരുന്നത്. അതും നമ്മൾ ഓർക്കണം. ഇതൊക്കെ കണ്ട് നൈരാശ്യം ബാധിച്ച കോട്ടാറാണി ആത്മഹത്യ ചെയ്തു. ഭീകരമായിരുന്ന ഒരു മരണമായിരുന്നു അത്. സ്വന്തം കുടൽമാല വലിച്ചെടുത്തവൾ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഷാമിറിനുള്ള അവളുടെ പ്രണയ സമ്മാനം. ഈ ഷാമിറാണ് കാശ്മീരിൽ ആദ്യത്തെ ഇസ്ലാം സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഷാമിർ ഡിനാസ്റ്റി. ചോരയും ചതിയും ഭീകരതയും കൊണ്ടുള്ള ന്യായമായ തുടക്കം. പിന്നെ വെച്ചടി കയറ്റമായിരിക്കുമല്ലോ. ഇസ്ലാമിൻ്റെ കാശ്മീരിലേക്കുള്ള ആദ്യ വരവ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. എങ്കിലും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിൽ അത് ആദ്യകാലത്ത് കൈവച്ചില്ല. പ്രത്യേകിച്ചും ഏകദൈവ വിശ്വാസം പോലുള്ള കഠിനമായ നിഷ്ഠകൾ അത് പുറത്തെടുത്തില്ല. മറിച്ച് പ്രാദേശികമായി നിലനിന്നിരുന്ന വിശ്വാസങ്ങളുമായി ചേർന്ന് അവിയൽ പരുവമായി അത് മുന്നോട്ട് പോയി. ഇപ്പറഞ്ഞതിന് തെളിവ് കവിയത്രിയായിരുന്ന ലല്ലേശ്വരിയുടെ കവിതകളിൽ നമുക്ക് കാണാം. 1320 മുതൽ 1392 വരെ കാശ്മീരിൽ ജീവിച്ചിരുന്ന ശിവഭക്തയായിരുന്ന അതിപ്രശസ്തയായിരുന്ന കവിയത്രിയായിരുന്നു അവർ അന്ന് എഴുതി, ദൈവം തൂണിലും തുരുമ്പിലും നിറഞ്ഞു നിൽക്കുന്നു. ഇക്കാര്യത്തിൽ ഹിന്ദു മുസ്ലിം എന്നീ വേർതിരിവില്ല. കാശ്മീരിലെ ഉയർന്ന ജാതിക്കാരിയായിരുന്ന ഈ സ്ത്രീ സംവാദങ്ങളിൽ മിടുക്കിയായിരുന്നു. അവരുടെ എല്ലാ സംവാദങ്ങളും ഇസ്ലാമിലേക്കുള്ള മതം മാറ്റത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്നാൽ 1400-കളായപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ലല്ലേശ്വരിക്ക് പോലും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത സുൽത്താൻ കാശ്മീരിൽ അധികാരത്തിൽ വന്നു. ഷാമിറിൻ്റെ പിന്മുറക്കാരൻ, കാശ്മീരിലെ ഷാമിരി രാജവംശത്തിലെ 7-ാമത്തെ സുൽത്താൻ സിക്കന്ദർ ബുൾഷിക്കൻ.
ആ സുൽത്താൻ 1389 മുതൽ 1413 വരെ കാശ്മീരിൽ ഇസ്ലാമിക ഭരണം നടപ്പാക്കി. ഇസ്ലാമിക ഭരണരീതി എന്ന് പറഞ്ഞാൽ ആ ഭരണരീതി അനുസരിച്ച് ആ ഭരണം നിലനിൽക്കുന്ന നാടുകളിലുള്ള മറ്റു മതക്കാർ ഒന്നുകിൽ മതം മാറി മുസ്ലിമാകണം, അല്ലെങ്കിൽ വലിയൊരു തുക സുൽത്താന് കൊടുക്കണം. മറ്റൊരു മതവിശ്വാസവുമായി നമുക്ക് അടിമയായെങ്കിലും ജീവിക്കാൻ പണം കൊടുത്താൽ പറ്റും എന്നുള്ളത് കൊണ്ട് കുറേ ആളുകൾ പണം കൊടുത്ത് പഴയ മതത്തിൽ തന്നെ നിന്നു. അതുകൊണ്ട് നമ്മുടെ ഈ സിക്കന്ദർ എന്ന സുൽത്താൻ കുറേ പണം ഉണ്ടാക്കി കുറേ പേരെ ഇസ്ലാമാക്കി മാറ്റുകയും ചെയ്തു. ഈ ബുൾഷിക്കൻ എന്ന പേരെങ്ങനെ സുൽത്താന് വന്നു എന്ന് ചോദിച്ചാൽ, ബുൾഷിക്കൻ എന്നാൽ വിഗ്രഹ ഭഞ്ജകൻ എന്നാണ് അർത്ഥം. വിഗ്രഹം എവിടെ കണ്ടാലും നശിപ്പിക്കും, അതൊരു വീക്ക്നെസ്സാണ്. കാശ്മീരിലെങ്ങനെ ഉയർന്ന ജാതിക്കാരുടെ എല്ലാ വിഗ്രഹങ്ങളും അങ്ങനെ കാണാതായി, ബുദ്ധ വിഗ്രഹങ്ങളൊക്കെ അപ്രത്യക്ഷമായി, ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ വീടുകൾക്കുള്ളിൽ മാത്രമായി. തെക്കൻ കാശ്മീരിൽ ഒരു രാജാവ് പണി കഴിപ്പിച്ചിരുന്ന സൂര്യക്ഷേത്രം വരെ ഈ കക്ഷി നശിപ്പിച്ചു. അക്ഷരങ്ങളോട് അതിനേക്കാൾ വലിയ കലിയായിരുന്നു അങ്ങർക്ക്. അന്യമത ഗ്രന്ഥങ്ങൾ എവിടെ കണ്ടാലും അയാൾ തീയിട്ട് നശിപ്പിക്കും. ഇത്തരത്തിൽ കാലാകാലങ്ങളോളം തുടർന്നു വന്ന അക്ഷരവൈര്യമാണ് കാശ്മീരിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു കാരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്. ഈ സിക്കന്ദറെ പറ്റി അയാളുടെ മതത്തിനുള്ളിൽ വലിയ അഭിപ്രായമായിരുന്നു. അയാളെ പ്രശംസിക്കാനായി വിശ്വാസികളായ ചില മുസ്ലിങ്ങൾ എണ്ണി എണ്ണി വിവരിക്കുന്ന അയാളുടെ ചില പ്രവൃത്തികളുണ്ട്. വലിയ റേഞ്ചുള്ള വീരകൃത്യങ്ങളുണ്ട്. അതിലൊരു വീരപ്രവൃത്തി പറഞ്ഞിട്ട് നമുക്ക് പോകാം. മൗണ്ട് എന്നത് ഒരു അളവാണ്. ആൻ എലിഫൻറ്റ് ക്യാൻ കേരി എ വെയ്റ്റ് ഓഫ് 10 or 12 മൗണ്ട് എന്നാണ് പറയുക. ഒരു ആന 10-12 മൗണ്ട് ഭാരം ചുമക്കും. പണ്ഡിറ്റുമാർ ദേഹത്ത് ചാർത്തുന്ന പൂണൂലുണ്ടല്ലോ, സിക്കന്ദർ കൊന്നുകൂട്ടിയ പണ്ഡിറ്റുകളുടെ ദേഹത്ത് നിന്നും പൂണൂലുകൾ വലിച്ചെടുത്ത് തീയിലിട്ട് കത്തിച്ച് ചാരമാക്കുകയാണെങ്കിൽ ആ ചാരം 7 മൗണ്ട് വരും. അതായത് ഒരാനയ്ക്ക് ചുമക്കാനുള്ള ചാരം കൊല്ലപ്പെട്ടവരുടെ പൂണൂല് കത്തിച്ചാൽ കിട്ടും. അത്രയ്ക്ക് പണ്ഡിറ്റുമാരെ ഇയാൾ കൊന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അയാളുടെ ഭരണകാലത്ത് പണ്ഡിറ്റുമാരുടെ ചുണ്ടിൽ നിന്നും വരുന്ന അലമുറയുടെ ശബ്ദം ഞാൻ പണ്ഡിറ്റല്ലേ, ഞാൻ പണ്ഡിറ്റല്ലേ, എന്നെ രക്ഷിക്കണം എന്നായിരുന്നു. ആ സുൽത്താൻ്റെ ഭരണകാലത്ത് കുറേയേറെ ഇസ്ലാമിക പണ്ഡിതർ കാശ്മീരിലേക്ക് വന്നു. ആ ആഘോഷ കമ്മിറ്റിക്കാരാണ് കുറേ മോസ്കുകൾ കാശ്മീരിൽ പണിയുന്നതും ഇസ്ലാമിക സ്വാധീനം വർദ്ധിപ്പിക്കുന്നതും. എന്നാൽ എല്ലാ സുൽത്താന്മാരും സിക്കന്ദർ പോലായിരുന്നില്ല. എല്ലാവരും പുസ്തകം മുഴുവനും വായിച്ചു പഠിക്കുന്നവരല്ലല്ലോ. ഉദാഹരണത്തിന് സിക്കന്ദറിന് ശേഷം വന്ന അലിഷായുടെ സഹോദരൻ സൈനുൽ അബിദിൻ, പുള്ളി വളരെ സഹിഷ്ണുതയുള്ളൊരു രാജാവായിരുന്നു. പക്ഷേ ആ സഹിഷ്ണുത കൊണ്ട് കാര്യമുണ്ടായില്ല. ആ സഹിഷ്ണുത അനുഭവിക്കാൻ 11 പണ്ഡിറ്റ് കുടുംബങ്ങൾ മാത്രമേ കാശ്മീരിൽ അക്കാലത്ത് അവശേഷിച്ചിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ജീവൻ കൊണ്ടോടി. സൈനുൽ അബിദ് പണ്ഡിറ്റുകൾക്കെതിരെ ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും പിൻവലിച്ചു. ഈ അബിദിൻ്റെ രാജധാനിയിലെ പണ്ഡിതനും സംഗീതജ്ഞനും ചരിത്രകാരനുമായിരുന്ന ശ്രീവര എന്ന പണ്ഡിറ്റ് ആ സുൽത്താൻ്റെ ഭരണത്തെപ്പറ്റി ഇങ്ങനെ വർണ്ണിക്കുന്നു. മരുഭൂമിയിലെ കഠിനമായ വേനൽ ചൂട് താണ്ടിയ ശേഷം തണുപ്പിക്കുന്ന ചന്ദനത്തോപ്പിലെത്തിയ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം. അതിനർത്ഥം സൈനുൽ അബിദിന് മുമ്പുള്ള സുൽത്താൻമാർ പണ്ഡിറ്റുകളെ അത്രമേൽ ഉപദ്രവിച്ചിരുന്നു എന്നാണ്. ഈ സുൽത്താൻ വ്യത്യസ്തനാകാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. സുൽത്താനെ ഒരു അസാധാരണ അസുഖം ബാധിച്ചു. പല ഔലിയാക്കളും വന്ന് ഊതി, ഉസ്താദുമാർ വന്ന് തുപ്പി, എന്നിട്ടും ജിന്ന് വിട്ടുപോയില്ല. അവസാനം ആ രോഗം ചികിത്സിച്ചു മാറ്റിയത് ശ്രീഭട്ട് എന്ന ഒരു പണ്ഡിറ്റ് വൈദ്യനായിരുന്നു. രോഗം മാറി സുഖമായപ്പോൾ സുൽത്താൻ ശ്രീഭട്ടിനോട് ചോദിച്ചു, താങ്കൾക്ക് ഞാൻ എന്താണ് പ്രതിഫലം തരേണ്ടത്? അന്ന് പ്രതിഫലമായി ശ്രീഭട്ട് ആവശ്യപ്പെട്ടതാണ് പണ്ഡിറ്റുകളുടെ സ്വാതന്ത്ര്യം. ഇതിനെ തുടർന്ന് പണ്ഡിറ്റുകൾ വിവിധ അഭയകേന്ദ്രങ്ങളിൽ നിന്നും തിരിച്ചു വന്നു. സുൽത്താൻ അതിൽ കഴിവുള്ളവരെ അദ്ദേഹത്തിൻ്റെ ഭരണകാര്യ നിർവാഹകരായി നിയമിക്കുകയും ചെയ്തു. ഇന്ന് ഇസ്ലാമാണോ എന്ന് മുണ്ടുപൊക്കി നോക്കി മറ്റു മതസ്ഥരെ കൊല്ലാൻ നടക്കുന്നവരെല്ലാം 600-700 വർഷം മുമ്പ് അസൽ ബുദ്ധരോ ശിവഭക്തരോ വിഷ്ണുഭക്തരോ നാഗപൂജക്കാരോ പ്രകൃതി ആരാധകരോ ആയിരുന്നു. ഇന്ന് താടിയും തലപ്പാവും പശുവിറച്ചിയും നോക്കി ഇസ്ലാമിനെ കൊല്ലാൻ നടക്കുന്നവരെല്ലാം ഒരു കാലത്ത് മറ്റൊരിടത്തു നിന്നും കുടിയേറിയവർ ആയിരുന്നു.
ഈ സത്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥയും ഒരാളും പഠിക്കുന്നില്ല. ഒരു മുത്തശ്ശിയും അത്തരം കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുമില്ല. ബദർ യുദ്ധവും കുരുക്ഷേത്ര യുദ്ധവും രാമരാവണ യുദ്ധങ്ങളുമാണ് ഈ മുത്തശ്ശിമാരുടെ മെയിൻ. ആ കഥകൾ ഹൗസ്ഫുള്ളായി ഓടുന്ന കാലം ഇന്ത്യയിൽ സമാധാനം എന്നൊന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.